വിഭവങ്ങളുടെ വിനിയോഗം, വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗം, ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും കാര്യക്ഷമത, വിഭവങ്ങളുടെ വളർച്ച തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഉപകരണമാണ് ഇത് ഉൽപാദന സാധ്യതാ വക്രം അഥവാ ഉൽപാദന രൂപാന്തരീകരണ വക്രം. ഉൽപാദന സാധ്യത പരിധി, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും അറിയപ്പെടുന്നു. ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായി ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖാചിത്രമാണ് ഇത് ഉൽപാദന സാധ്യത വക്രം എന്ന് നിർവചിക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കാം. അരിയുടെയും ഗോതമ്പിന്റെയും ഏതാനും ചില ഉൽപാദന സാധ്യതകൾ താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. നോക്കിക്കോളൂ, ഉൽപാദന സാധ്യതകൾ 5 ഉൽപാദന സാധ്യതകളുണ്ട്. എ ബി സി ഡി ഇ എന്ന് പറഞ്ഞുകൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എ ബി സി ഡി ഇ. ഇനി എ എന്ന ഉൽപാദന സാധ്യത നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള വിഭവങ്ങളും സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല? ഗോതമ്പ് നമ്മളോട് ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല? ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ 10 യൂണിറ്റ് അരി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി നമുക്ക് ബി എന്ന സാങ്കേതിക വിദ്യയിലേക്ക് വരും. ബി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ 1 യൂണിറ്റ് ഗോതമ്പും 9 യൂണിറ്റ് അരിയും എന്ത് ചെയ്യുന്നു? നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. സി എന്നതിലേക്ക് വരുമ്പോഴോ 2 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയും 7 യൂണിറ്റ് മാത്രമാണ് അരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഡി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിലേക്ക് വരുമ്പോൾ, പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലേക്ക് വരുമ്പോൾ 3 യൂണിറ്റ് ഗോതമ്പും 4 യൂണിറ്റ് അരിയുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇയിലേക്ക് വരുമ്പോൾ 4 യൂണിറ്റ് ഗോതമ്പും അവിടെ നമ്മൾ അരി 0 യൂണിറ്റ് ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉൽപാദന സാധ്യതയോട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗോതമ്പിന്റെയും അരിയുടെയും ചില ഉൽപാദന സാധ്യതകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എ ബി സി ഡി ഇ. ഇനി ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നോക്കിക്കോളാം, ഉൽപാദന സാധ്യതകൾ കൊടുത്തിട്ടുണ്ട്, ഗോതമ്പ്, അരി. അപ്പൊ നമ്മൾ ഗോതമ്പ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എക്സ് ആക്സിസിലാണ്. ഉണ്ടോ ഗോതമ്പിന്റെ അളവ്? ഇപ്പൊ ഗോതമ്പിന്റെ അളവ് കണ്ടോ? 0 1 2 3 4. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തു 1 2 3 4. കാരണം എക്സ് ആക്സിസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഗോതമ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നോക്കിക്കോളൂ, വൈയോ, വൈ അക്ഷത്തിൽ അരിയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അരിയുടെ അളവ് ഇവിടെ 0 4 7 9 10. അപ്പൊ നമുക്കൊരു ഗ്രാഫിൽ കറക്റ്റ് അതിന്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സെന്റിമീറ്റർ ഡിഫറൻസിൽ 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അരിയുടെ യൂണിറ്റ് ഇവിടെ നമുക്ക് 0 മുതൽ 10 വരെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിത് സ്റ്റാറ്റിയുടെ ഭാഗത്തൊക്കെ നമ്മളിത് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ 0 to 4, കാരണം ഇവിടെ ഗോതമ്പിന്റെ അളവ് എക്സ് ആക്സിൽ നമ്മൾ 0 മുതൽ 4 വരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്ത് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കുക, എക്സിൽ ആദ്യം 0 എടുക്കണം. അപ്പൊ ആദ്യത്തെ ഉൽപാദന സാധ്യത എ നോക്കുമ്പോൾ എക്സിൽ 0യും വൈയിൽ 10 ആണ് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പോയിന്റ് ഇവിടെ ആയിട്ട് വരും. കണ്ടോ, ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കിക്കോളുക, എക്സിലെ വാല്യൂ 0യും വൈയിൽ നമ്മൾ ഏതെടുത്തു? 10 ആണ് ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആദ്യം ആ പോയിന്റ് സ്പോട്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ എക്സിന്റെ അളവ് ഏതാണ്? എക്സ് 1 വൈ 9 ആണ്. ഓക്കെ അല്ലെ? ഇത് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്തത് സിയിലേക്ക് പോകുമ്പോൾ എക്സിന്റെ അളവ് ഏതാണ്? എക്സിന് നേരെ കണ്ടോ 2 ഇവിടെ, എക്സിന് നേരെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി വൈയിൽ നേരെ ഏത് മാർക്ക് ചെയ്യണം? 7 മാർക്ക് ചെയ്യണം. അതാണ് ഈ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഡിയിലേക്ക് വരുമ്പോൾ ഗോതമ്പിന്റെ അളവ് ഏതാണ്? 3 ആണ്. കണ്ടോ, ഗോതമ്പ് നേരെ 3ൽ എക്സ് എടുത്തു, 4 വൈയിൽ നമ്മൾ എടുത്തു. ഇനി ഇ എന്ന് പറയുന്ന സാധ്യതയിലേക്ക് വരുമ്പോൾ ഇയിൽ എക്സ് 4ഉം അരി വൈയിൽ ഏതാണ് കൊടുത്തിട്ടുള്ളത്? 0യുമാണ്. അപ്പൊ ഇത് സ്പോട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോന്ന് കൊടുക്കുന്നത്. എ നമ്മൾ കണ്ടില്ലേ, എ 0യും 10ഉം ആണ്. ഏത്? 0 and 10, എ എന്ന ഉൽപാദന സാധ്യത. ഇനി ബി എന്ന ഉൽപാദന സാധ്യത 1 യൂണിറ്റ് ഗോതമ്പും 9 യൂണിറ്റ് അരിയും. സി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ 2 യൂണിറ്റ് ഗോതമ്പും 7 യൂണിറ്റ് അരിയുമാണ്. ഡി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ 3 യൂണിറ്റ് ഗോതമ്പും 4 യൂണിറ്റ് അരിയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇ എന്ന ഉൽപാദന സാധ്യതയിൽ 4 യൂണിറ്റ് ഗോതമ്പും 0 യൂണിറ്റ് അരിയുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓരോ പോയിന്റുകൾ നമ്മൾ സ്പോട്ട് ചെയ്തു. ഇനി ഇതെല്ലാം കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എ എന്ന വക്രത്തെ ഉൽപാദന സാധ്യത വക്രം എന്ന് പറയുന്നു. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഉൽപാദന സാധ്യത വക്രം കിട്ടി. ഈ ഉൽപാദന സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കറക്റ്റ് ഉൽപാദന സാധ്യത വക്രം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിക്കോളൂ, എ ബി സി ഡി എന്നിവയുടെ വിവിധ ഉൽപാദന സാധ്യതകളാണ്. ഇപ്പൊ എ എന്ന ഉൽപാദന സാധ്യതയിൽ നമ്മൾ എന്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? അരി മാത്രം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. കാരണം 0 യൂണിറ്റ് ആണ്. ഏത്? 0 യൂണിറ്റ് ആണ് ഗോതമ്പ്. ബിയിലോ
ഇനി ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ രണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബി സി ഡി ഒക്കെ നോക്കുക. ബിയും സിയും ഡിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അരിയും ഗോതമ്പും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ബിയിൽ 1 യൂണിറ്റ് ഗോതമ്പും 9 യൂണിറ്റ് അരിയും, സിയിൽ 2 യൂണിറ്റ് ഗോതമ്പും 7 യൂണിറ്റ് അരിയും, ഡിയിൽ 3 യൂണിറ്റ് ഗോതമ്പും 4 യൂണിറ്റ് അരിയും. അപ്പോ ബി സി ഡി എന്ന് പറയുന്ന ഈ 3 സാധ്യതകളിൽ നമ്മൾ 2 സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഗോതമ്പിന്റെ അളവ് നമ്മൾ 0-ൽ നിന്ന് നമ്മൾ ഇങ്ങനെ 1, 2, 3, 4 എന്നിങ്ങനെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അരിയുടെ ഉൽപ്പാദനത്തിലൂടെ കുറവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. 10, 9, 7, 4, 0. ഓക്കെ, അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ കാണാം, ബി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ 1 യൂണിറ്റ് ഏതാണ്? ഗോതമ്പും 9 യൂണിറ്റ് അരിയുമാണ്. സി എന്ന് പറയുന്ന ഉൽപാദന സാധ്യത 2 യൂണിറ്റ് ഗോതമ്പും 7 യൂണിറ്റ് അരിയുമാണ്. ഡി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ 3 യൂണിറ്റ് ഗോതമ്പും 4 യൂണിറ്റ് അരിയുമാണെന്നുള്ളത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഒന്നുകൂടി നമുക്കിതൊന്ന് നോക്കാം. യെസ്, ഇവിടെ സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായ വിഭവങ്ങൾ മുഴുവനും അരി ഉൽപാദനത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ 10 യൂണിറ്റ് അരിയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. അതേതാണ് പോയിന്റ്? എ എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയാണ് അല്ലെ. കാരണം സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ വിഭവങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യയും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അരി ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എന്നാൽ ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇയിലേക്ക് പോകുമ്പോൾ എന്താ സാധിക്കുന്നത്? നേരെ മറിച്ച് മുഴുവൻ വിഭവങ്ങളും നമ്മൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ, വിഭവങ്ങളും സാങ്കേതിക വിദ്യയും നമ്മൾ ഗോതമ്പിന്റെ ഉൽപാദനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 യൂണിറ്റ് ഗോതമ്പ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോ 10 യൂണിറ്റ് അരിയുടെ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ഗോതമ്പാണ്. നേരെ തിരിച്ചു ചോദ്യം, 4 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് അരിയാണ്. കാരണം ഇവിടെ 4 യൂണിറ്റ് നമ്മൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് 10 യൂണിറ്റ് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ 10 യൂണിറ്റ് അരി നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? 4 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ യൂണിറ്റിന്റെ അനുസരിച്ച് ചിലപ്പോൾ അരിയേക്കാൾ കൂടുതൽ വിലയായിരിക്കും ഇതിനെന്ന് പറയുന്നത്, ഗോതമ്പിന് എന്ന് പറയുന്നത്. ചിലപ്പോൾ 10 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ലാഭം നമുക്ക് ചിലപ്പോൾ ഏതിൽ കിട്ടും? 4 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കുന്നത് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട്, ഒന്ന് ഒഴിവാക്കി കളയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അവസരാത്മക ചെലവ് എന്നുള്ളത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആദ്യം ഈ ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ എല്ലാ പോയിന്റുകളും നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഡയഗ്രത്തിൽ ഇനിയുള്ള കുറച്ചുകൂടി പോയിന്റുകൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട് ആദ്യം. എന്നാൽ വിഭവങ്ങൾ അരിയുടെയും ഗോതമ്പിന്റെയും ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എയും ഡിയും പരിഗണിക്കുകയാണെങ്കിൽ, എയും ഇയും ആണ് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എയിൽ നമ്മൾ അരി മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. എന്നാൽ അതേപോലെ ഇയിൽ വരുമ്പോഴോ അവിടെ ഗോതമ്പ് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഈ എയും ഇയും ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? രണ്ടും കൂടി ഉൽപ്പാദിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഇത് മാത്രമല്ല, നമുക്ക് എന്തുകൂടി വേണം? നമുക്ക് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കണം, അതുപോലെ തന്നെ അരിയും നമുക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എയും ഇക്കും ഇടയിലുള്ള ബി സി ഡി എന്നുള്ള സാധ്യതയിലേക്ക് മാറണം. അപ്പൊ നിങ്ങൾ നോക്കുക, ബിയിലേക്ക് വരുമ്പോൾ 1 യൂണിറ്റ് ഗോതമ്പ് 9 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 1 യൂണിറ്റ് ഗോതമ്പും 9 യൂണിറ്റ് അരിയും നമുക്ക് ബിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇനി നമ്മൾ സി ആണ് എടുക്കുന്നെങ്കിലോ, സി ആണെങ്കിൽ 2 യൂണിറ്റ് ഗോതമ്പും 7 യൂണിറ്റ് അരിയും എടുക്കാൻ പറ്റും. എന്നാൽ ഇനി നമ്മൾ ഡിയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? 3 യൂണിറ്റ് ഗോതമ്പും 4 യൂണിറ്റ് അരിയും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അരിയുടെ ഉൽപാദനം കുറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗോതമ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇത് ഈ ടേബിളിൽ തന്നെ കൊടുത്താൽ പറ്റും. അരിയുടെ ഉൽപാദനം നമുക്ക് ഇവിടെ കുറച്ചാൽ മാത്രമേ ഗോതമ്പിന്റെ ഉൽപാദനം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗോതമ്പിന്റെ ഉൽപാദനം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ അരിയുടെ അളവ് കുറയ്ക്കേണ്ടി വരും. അപ്പൊ ഗോതമ്പിന്റെ അളവ് എത്രയാണോ നമ്മളിവിടെ എത്ര നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണമോ അതിന്റെ ചില അളവുകൾ നമുക്ക് അരിയുടെ യൂണിറ്റ് നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവിടെ ആയിരിക്കും അതിന്റെ അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയാൻ, 1 യൂണിറ്റ് അരിയിൽ നിന്ന് ഗോതമ്പ് 1 യൂണിറ്റ് ഗോതമ്പ് നമ്മൾ 2 യൂണിറ്റ് ആക്കണം. അതായത് 1 യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കണം. 1 യൂണിറ്റ് അധികം ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചപ്പോ ഇവിടെ ബിയിൽ ആദ്യം 9 യൂണിറ്റാണ് അരി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഗോതമ്പ് അരി എത്രയുള്ളൂ? 7 യൂണിറ്റ് ആണുള്ളത്. അപ്പൊ ഇവിടെ 1 യൂണിറ്റ് നമുക്ക് അധികം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഇവിടെ എന്ത് വേണ്ടി വന്നു? 2 യൂണിറ്റ് അരിയുടെ
അളവ് നമുക്ക് കുറയ്ക്കേണ്ടി വന്നു. അപ്പൊ ഇവിടെ 1 യൂണിറ്റ് അധികമായി ഉൽപ്പാദിപ്പിച്ച ഗോതമ്പിന്റെ അവസരാത്മക ചെലവ് ഇവിടെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞ 2 യൂണിറ്റ് അരിയാണ്. അങ്ങനെ ഓരോ നിങ്ങൾ നോക്കും. ഇവിടുന്ന് 2 യൂണിറ്റ് 3 യൂണിറ്റ് ഉൽപാദന സാധ്യത സിയിൽ നിന്ന് ഡിയിലേക്ക് മാറുമ്പോൾ എന്താ സംഭവിച്ചത്? ഗോതമ്പിന്റെ 1 യൂണിറ്റ് കൂടി അളവ് നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു. 2 ന്ന് 3 1 യൂണിറ്റ് കൂടുതലാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത്. അപ്പൊ 2 ന്ന് 3 ഉൽപ്പാദിപ്പിക്കുക നിങ്ങൾ നോക്കൂ. 2 ഉണ്ടായിരുന്ന സമയത്ത് അരിയുടെ ഉൽപാദനം 7 ആയിരുന്നു. ഇപ്പൊ ഇവിടെ 1 യൂണിറ്റ് 3 യൂണിറ്റ് ആക്കാൻ വേണ്ടി കൂടുതൽ അവിടെ ഉൽപ്പാദിപ്പിച്ചപ്പോ ഇവിടെ 7 ഉള്ളത് 4 ആയി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഗോതമ്പ് 2 യൂണിറ്റ് 3 യൂണിറ്റ് ആയി വർദ്ധിപ്പിച്ചപ്പോൾ ഗോതമ്പിന്റെ അവസരാത്മക ചെലവ് എത്രയാണ്? അപ്പൊ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട എത്ര യൂണിറ്റ് ആണ്? 3 യൂണിറ്റ് അരിയാണ്. ഓക്കെ, നമ്മൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഇവിടെ അരിയുടെ ഉൽപാദനം കുറച്ചുകൊണ്ട് മാത്രമേ ഗോതമ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അരിയുടെയും ഗോതമ്പിന്റെയും സംയോഗങ്ങളായ, അപ്പൊ നിങ്ങൾ നോക്കുക, അരിയുടെയും ഗോതമ്പിന്റെ ഓരോ സെറ്റ് നമ്മൾ എടുക്കുക, ABCDE, അതായത് ഉൽപാദന സാധ്യതകൾ എടുക്കുക. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഉൽപാദന സാധ്യത സംയോഗ ഗണം എന്നും പറയാം. ഇത് മാറാൻ പാടില്ല കേട്ടോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും തമ്മിൽ വ്യത്യാസമാണ്. അപ്പൊ ഇതിലുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റുകൾ ഏതൊക്കെയാണ്? ABCDE. അപ്പൊ ആദ്യത്തേത് A 0 10, B 1 9, C 2 7, D 3 4, E 4 0. ഓക്കെ, അപ്പൊ അരിയുടെയും ഗോതമ്പിന്റെയും സംയോഗങ്ങളായ 0 10, 1 9, 2 7, 3 4, 4 10 എന്നിവയെ ഉൽപാദന സാധ്യത സംയോഗ ഗണം പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നും പറയുന്നു. ഓക്കെ, ഇങ്ങനെ ലഭിച്ച ഉൽപാദന സാധ്യതാ സംയോഗങ്ങളെല്ലാം നമ്മൾ ഒരു ഗ്രാഫിൽ യോജിപ്പിച്ച് വരച്ച് ലഭിക്കുന്ന വക്രത്തെയോ രേഖയോ ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പൊ അതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഗ്രീൻ ലൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ കർവാണ്. ഏത്? ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ലഭിച്ച ഉൽപാദന സാധ്യതാ സംയോഗങ്ങളെല്ലാം ഒരു ഗ്രാഫിൽ അടയാളപ്പെടുത്തി സംയോഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന വക്രത്തെയോ രേഖയോ നമ്മൾ എന്തെന്ന് പറയുന്നു? ഉൽപാദന സാധ്യതാ വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നു. അപ്പൊ മുകളിൽ കൊടുത്ത ഗ്രാഫിൽ X അക്ഷത്തിൽ ഗോതമ്പും Y അക്ഷത്തിൽ ഏതാണ്? അരിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. A എന്ന വക്രത്തെ ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നു. ABCD എന്നിവ വിവിധ ഉൽപാദന സാധ്യതകളാണ്.